എങ്ങനെയുണ്ട് റായ്ബറേലി? റായ്ബറേലി റിക്കാർഡ് ഭൂരിപക്ഷത്തിന് ജയിക്കും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ ജയിച്ചാൽ പോലും വരില്ല എന്നുള്ളതാണ്. അതൊക്കെ അവരുടെ ഭയപ്പാടിൽ നിന്നുണ്ടാകുന്ന ആരോപണങ്ങളാണ്. രാഹുൽ ഗാന്ധി ഇവിടെ മാത്രമല്ല റായ്ബറേലിയിൽ ജയിക്കും, അമേഠിയിലും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. UP മാറ്റത്തിന്റെ ദിശയിലാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ന്യായ പത്രികയ്ക്കെതിരെ വലിയ ആരോപണമാണ് നരേന്ദ്രമോദി ഉന്നയിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോൺഗ്രസിന്റെ ന്യായ പദ്ധതി ജനങ്ങളിൽ വീശി തുടങ്ങിയിരിക്കുന്നു, ജനങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത്. എന്നാലും ഈ UP എത്ര സീറ്റാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്? UP പകുതിയിലധികം സീറ്റുകൾ മുന്നണി നേടും. ഇപ്പോൾ നിലവിലെ കോൺഗ്രസിൽ 1 സീറ്റാണുള്ളത്. കൂടുതൽ സീറ്റുകൾ അതിൽ കൂടുതൽ കിട്ടും. കോൺഗ്രസിന് മിനിമം 10 സീറ്റ് കിട്ടും. മിനിമം 10 സീറ്റ് കോൺഗ്രസിന് മാത്രം കിട്ടും. ഇന്ത്യയിലാകമാനം എത്ര സീറ്റിലാണ് കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിച്ചത്? കോൺഗ്രസ് ആരാംസെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ആവശ്യമായ നടപടി ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകും. കോൺഗ്രസ് BJPയുടെ മിനിമം 60ഓളം സീറ്റുകൾ കുറച്ചിരിക്കും. ഈ ഡയറക്റ്റ് കോൺഗ്രസ് BJP ഫൈറ്റിലെടുക്കും. നരേന്ദ്രമോദി നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കോൺഗ്രസ് എന്തെങ്കിലും നടപടികൾ എടുക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്തല്ലോ. നിയമപരമായ നടപടികൾ ശ്രമിക്കണം. കോൺഗ്രസ് കടുത്ത നിലപാട് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കുക. നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കാണുന്ന ഈ വൻ ജനസാഗരം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇവിടെ എത്തിയവരാണ്. റായ്ബറേലി ഗാന്ധി കുടുംബത്തിൻ്റെ ശക്തി കേന്ദ്രമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഈ മഹാരാജ് ഗഞ്ചിൽ നടന്ന ഈ റാലി. രാഹുൽ ഗാന്ധി പറഞ്ഞതാകട്ടെ വലിയ വാഗ്ദാനങ്ങളും കാർഷിക കടങ്ങൾ എഴുത്തള്ളും, 1 ലക്ഷം രൂപ വനിതകൾക്ക് നൽകുന്ന ന്യായപത്രികയിലെ വിവരങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ. മാത്രമല്ല നരേന്ദ്രമോദി നിങ്ങളെ തൊഴിലില്ലാത്തവരാക്കി, അതുകൊണ്ട് അദ്ദേഹത്തോട് നന്ദി പറയുക തുടങ്ങിയ വലിയ രാഷ്ട്രീയ പ്രസ്താവനകളും തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കാണുന്ന വലിയ ജനക്കൂട്ടം രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയവരാണ്. ഇവരാണ് ഇവിടെ കോൺഗ്രസിൻ്റെ ശക്തി എന്ന് തെളിയിക്കുന്നതാണ് ഈ റാലി. മഹാരാജ് ഗഞ്ചിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം ബസന്ത്, മാതൃഭൂമി ന്യൂസ്.